എൻ്റെ പേര് ലീല മാരേട്ട്. ഞാൻ ഇപ്പോൾ ന്യൂയോർക്കിൽ താമസിക്കുന്നു കഴിഞ്ഞ 45 വർഷമായിട്ട്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. സ്കൂൾ വിദ്യാഭ്യാസം ആലപ്പുഴ സെയിൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നായിരുന്നു. കോളേജിൽ പ്രീ ഡിഗ്രിയും BSc പഠിച്ചു സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ. MSc കെമിസ്ട്രി സെൻറ്റ് ബ്രഡ്മാൻസ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 1973 to 75 കാലയളവിൽ പഠിച്ചു. ബിരുദം നേടി. 1975 MSc കെമിസ്ട്രിയിൽ ബിരുദമെടുത്തു. 1976 മുതൽ 81 വരെ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ കെമിസ്ട്രി ലെക്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് 80 കല്യാണം കഴിഞ്ഞു. 81 ന്യൂയോർക്കിൽ താമസം തുടങ്ങി. നാട്ടിൽ പറയുവാണെങ്കിൽ എൻ്റെ ഫാദർ K. തോമസ് MA എട്ടുപറയിൽ നാഷണൽ ട്യൂട്ടോറിയൽ കോളേജിൻ്റെ സ്ഥാപകനാണ്. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട് ആ കോളേജിൽ നിന്ന്. ഇന്നും ആ കോളേജ് 73 വർഷമായിട്ട് നിലകൊള്ളുന്നു. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ KSU എന്ന വിദ്യാർത്ഥി സംഘടന വയലാറിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ്. അങ്ങനെ വളരെ കോൺഗ്രസിൻ്റെ ഒരു നല്ല സ്ട്രോങ് പാരമ്പര്യമുള്ള കുടുംബമാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് NX William BABA ആലപ്പുഴയിലെ ഒരു പ്രശസ്തനായ ക്രിമിനൽ ലോയറായിരുന്നു. 1981 ഞാൻ അമേരിക്കയിൽ വന്നു. ന്യൂയോർക്ക് സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയറൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ സയൻറ്റിസ്റ്റായിട്ട് 30 വർഷം ജോലി ചെയ്തു. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കല്ലൂപ്പാറ, തിരുവല്ല കല്ലൂപ്പാറ എന്ന സ്ഥലത്ത് മാരേട് കുടുംബത്തിൽ നിന്ന് നൈനാൻ മാരേട്ടിനെ 1980 വിവാഹം കഴിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്, ഒരു മോനും ഒരു മോളും. മോൻ ഫൈനാൻസ് കഴിഞ്ഞ് ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്യുന്നു. മോള് അനസ്തീഷ്യോളജിസ്റ്റാണ്. എനിക്ക് 4 ഗ്രാൻഡ് ചിൽഡ്രനുണ്ട്, 2 ആണും 2 പെണ്ണും. 6 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ദുരന്തനായി പോയി. ആ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് മനസ്സിൽ. പിന്നെ ഞാൻ കേരള സമാജ ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ന്യൂയോർക്കിൽ ഇന്ത്യ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു 18 വർഷം. പിന്നെ ഫൊക്കാനയുടെ എല്ലാ പൊസിഷനും എടുത്ത് കഴിഞ്ഞ് 22 വർഷമായിട്ട് അതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കമ്മിറ്റി മെമ്പർ മുതൽ റെക്കോർഡിംഗ് ട്രഷറർ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻറ്റ്, വിമൻസ് ഫോറം, ട്രസ്റ്റി ബോർഡ്. അങ്ങനെ ഇപ്രാവശ്യം അതിൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നു. 1 മാസം കൂടെ ഉള്ളൂ ഇലക്ഷന്. ഫൊക്കാനയുടെ ഇലക്ഷൻ ഓഗസ്റ്റ് 6, 7, 8 എന്നീ തീയതികളിൽ കലഹാരി റിസോർട്ടിൽ വെച്ച് നടക്കുന്നു. ഞാനും ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട് ഈ സ്ഥാനത്തിന് വേണ്ടി, ഫൊക്കാനയ്ക്ക് വേണ്ടി. ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. താങ്ക് യു. ടീച്ചർ ആലപ്പുഴയിൽ ജനിച്ചതെന്നൊക്കെ പറഞ്ഞു. കുടുംബം അവിടെയാണ്. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ഈ കെമിസ്ട്രിയിലോട്ട് എങ്ങനെ? കെമിസ്ട്രിയിലോട്ട് ആരംഭിക്കും വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയില്ല. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് മെഡിസിന് പോയില്ലെങ്കിൽ പിന്നെ ഒരു നല്ലൊരു പ്രൊഫഷണൽ ഒരു ജോലി കിട്ടാനായിട്ടുള്ളത് കെമിസ്ട്രി ആയിരുന്നു. അതുകൊണ്ടാണ് BScക്ക് കെമിസ്ട്രി എടുത്തത്. മെഡിസിന് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് കെമിസ്ട്രി. അങ്ങനെ അന്നത്തെ കുര്യാളശ്ശേരി സെയിൻറ്റ് ആൻ്റണി കുര്യാളശ്ശേരി എൻ്റെ അങ്കിളായിരുന്നു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു. അത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കാണുന്നു. ഇന്നിവിടെ SB അസംഷൻ അലൂമിനി അസോസിയേഷൻ്റെ ആദ്യത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ ആ SBയിലെ വിദ്യാഭ്യാസം കാരണം ഞാനിവിടെ അമേരിക്കയിലെത്തി ഒരു നല്ല പൊസിഷൻ, ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു സയൻറ്റിസ്റ്റായിട്ട് 30 വർഷം സേവനം ചെയ്യുവാൻ എനിക്ക് ഇടവന്നു. അപ്പം ആ കോളേജിനെക്കുറിച്ച്, SB കോളേജിനെക്കുറിച്ച് എന്നും ഞാൻ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഹ്യൂസ്റ്റൺ മലയാളം ചാനലിന് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിന് വളരെയധികം നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. ഈ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എങ്ങനെയായിരുന്നു പഠിത്തമൊക്കെ? അറിയുന്ന സാർമാരുണ്ടോ? അന്ന് കലാപരമായിട്ട് എന്തെങ്കിലും വേറെ ഇതിലുണ്ടായിരുന്നോ? ഇല്ല, കലാപരമായിട്ട് ഞാൻ അങ്ങനെ ഇതൊക്കെ പ്രസംഗം പറയുമായിരുന്നു, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ വേറെ കലാപരമായിട്ട് പിന്നെ പാടുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഫാദർ നല്ലൊരു പ്രാസംഗികനായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ പ്രസംഗത്തിനൊക്കെ ട്രെയിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രസംഗ മത്സരത്തിനൊക്കെ പോകുമായിരുന്നു. അത്രയേ ഉള്ളൂ. പാട്ട് പാടാൻ പറഞ്ഞ ഒരു 2 ലൈൻ ഏതുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി? പാട്ടെന്നോ 1 ലൈൻ പറഞ്ഞാൽ? 1 ലൈൻ എന്നോ
ന്യൂയോർക്കിൽ നിന്ന് വന്നതല്ലേ? ഇന്ന് മക്കളെ വല്ലോ ഇന്ന് പ്രോഗ്രാമിലുണ്ടായിരുന്നോ? ഇല്ല എല്ലാവരും ന്യൂയോർക്കിൽ തന്നെയല്ലേ. അന്ന് എസ് ബിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെയൊക്കെ ഓർക്കുന്നത്? ലാബിലുള്ളായിരുന്നവരോ അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ ജോർജ് സാറിനെ ഓർക്കുന്നുണ്ട്, ജോസഫ് സാറിനെ ഓർക്കുന്നുണ്ട്, മരിച്ചുപോയ പിന്നെ അച്ഛനെ ഓർക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരെയൊക്കെ ഓർക്കുന്നുള്ളൂ. 51 വർഷമായി പഠിത്തം കഴിഞ്ഞിട്ട്. അന്ന് എങ്ങനെയാണ്? ഡേ സ്കോളറായിരുന്നോ? പോയി വരുമായിരുന്നോ? അല്ലല്ല, ഞാനവിടെ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. എവിടെ? പയസ് ഹോസ്റ്റൽ, അസംഷൻ്റെ പയസ് ഹോസ്റ്റലിൽ 2 വർഷം നിന്നാണ് ഞാൻ പഠിച്ചത്. അന്ന് വീക്കെൻഡിൽ പോകുമായിരുന്നോ വീട്ടിൽ? അതോ വീക്കെൻഡിൽ? എല്ലാ വീക്കെൻഡും ഇല്ല, എന്നാലും വീക്കെൻഡിൽ പോകുമായിരുന്നു. ഹോസ്റ്റൽ ജീവിതം ഹാപ്പി ആയിരുന്നു? ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ 6 പേരായിരുന്നു ഒരു മുറിയിൽ. അന്നത്തെ ആ ജീവിതമൊക്കെ ആദ്യമായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്നത് എന്നെ നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ടൗണിൽ കൂടെ ഒക്കെ കറങ്ങാനൊക്കെ പോകുമായിരുന്നു? വല്ലപ്പോഴും ഒക്കെ വല്ല സിനിമ കാണാൻ പോകും. അതായത് വല്ല സിനിമ കാണാനും അത്രയൊക്കെ ഉള്ളു. ഇടയ്ക്കൊരു പിന്നെ എന്താ ഫോട്ടോ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഇതൊക്കെ എൻ്റെ ഓർമ്മ. ഞങ്ങൾ 6 പേര്, പിള്ളേരെല്ലാം കുറച്ച് കുഴപ്പമല്ലോ. അന്നേരം ഇച്ചിരി നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമല്ലോ ആദ്യമായിട്ട്. അങ്ങനെ എന്നിട്ട് ഈ പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടിയായിരുന്നോ? ഉടനെ കിട്ടിയില്ല, 5-6 മാസമൊക്കെ കഴിഞ്ഞാണ് കിട്ടിയത്. ആദ്യമേ കിട്ടിയത് ഒരു ലീവ് വേക്കൻസിയിലൊക്കെയാണ് കിട്ടുന്നത്. അന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ വലിയ പ്രയാസമല്ലേ. അന്നാണെങ്കിലും നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ചാൽ ജോലി കിട്ടിയത്. അന്ന് കെ കരുണാകരനൊക്കെ പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ എത്രാമത്തെ സ്റ്റാഫായിട്ടാണ് ചെല്ലുന്നത്? എസ് ഡി കോളേജിൽ? അല്ലേ, സെൻറ്റ് ജോസഫ്സിലാണ് ഞാൻ പഠിപ്പിച്ചത്. സെൻറ്റ് ജോസഫ്സിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം തരുന്ന കുറേ വർഷങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആ സ്നേഹവും ആദരവും അത്രയും ആ ഒരു ഇത് നമ്മൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പം നമ്മളോടുള്ള ആ ഒരു ബഹുമാനവും ഒക്കെ അത്രയും ആ വർഷങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടിയ ആ സ്നേഹം, ആ സന്തോഷം അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടി എന്നും ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പം എത്ര സമയം വേണേലും ഈ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാനായിട്ട് ഞാൻ സമയം ചിലവഴിക്കുമായിരുന്നു. എക്സ്ട്രാ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു ഡെഡിക്കേഷനായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, സിംഗിളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ഭയങ്കര താല്പര്യമായിരുന്നു. അവർക്കും അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ആലപ്പുഴ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടെന്ന് പറഞ്ഞു ഗ്രാൻഡ് പായുടെ. അതെ, അത് അവിടെ ഫാദറിൻ്റെ അവിടെയും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഏത് ക്ലാസ്സുകാരായിരുന്നു? ഞാൻ SSLCയോ അങ്ങനെയൊക്കെ. SSLCക്കാർ തോറ്റ പിള്ളേരെ അല്ലേ കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പഠിപ്പിച്ചു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സെപ്റ്റംബർ സ്റ്റുഡൻസ് ഇല്ലല്ലോ. അല്ല, പക്ഷേ ഇപ്പോഴും ഉണ്ട്. പിന്നെ മറ്റേ BCom അങ്ങനത്തെയുള്ള പിന്നെ അതൊക്കെ ഇപ്പോഴും റാങ്ക് ഒക്കെ കിട്ടുന്നുണ്ട് ആ കോളേജിൽ. അപ്പം അതുകൊണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടത് പോകുന്നു. വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ആ കോളേജിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. വയലാർ രവി, പിന്നെ നെടുമുടി വേണു, ആക്ടർ രതീഷ്, ഇത്രയും പേരെയൊക്കെ എനിക്കറിയാം അവിടെ പഠിച്ചിറങ്ങിയത്. പിന്നെ ഈ അമേരിക്കയിലോട്ടുള്ള വരവിന് എങ്ങനെയായിരുന്നു? അതിൻ്റെ പോസിബിലിറ്റി എന്തായിരുന്നു? അമേരിക്കയിലുള്ള വരവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാദർ ഒത്തിരി രാഷ്ട്രീയ പ്രമുഖനായിരുന്നു. കോൺഗ്രസ്സിലെ DCC പ്രസിഡൻ്റായിരുന്നു അവിടെ ആലപ്പുഴയിലെ. KPCC മെമ്പർ, AICC മെമ്പറൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ അന്നത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ ആയിട്ട് AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി ഇവരെയൊക്കെ ഗ്രൂപ്പ് വളർത്തിയെടുത്തത് എൻ്റെ ഫാദറാന്ന് പറയാം. എൻ്റെ ഫാദർ ആ ഒരണാ സമരത്തിന്, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരണാ സമരത്തിന് എല്ലാം ഒത്താശ ചെയ്തു കൊടുത്തതും എൻ്റെ ഫാദറായിരുന്നു. പിന്നെ കരുണാകരൻ, അതായത് പറയുവാണെങ്കിൽ ഞാനിവിടെ വന്ന കാര്യം പറഞ്ഞാൽ കെ കരുണാകരൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് ആലപ്പുഴ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായിരുന്നു, ആലപ്പുഴ വീട്ടിലായിരുന്നു ലഞ്ച് അറേഞ്ച് ചെയ്ത്. അപ്പം കരുണാകരൻ വന്നിരുന്നപ്പോഴത്തേക്ക് അന്ന് കല്ലുപ്പാറ അവിടെ നിന്നൊരു മണ്ഡലം പ്രസിഡൻറ്റ് വന്നു, PJ കുര്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പയ്യനുണ്ട്, ഇങ്ങനെ മാരേട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വിതിൻ 10 days ആയിരുന്നു കല്യാണം. അങ്ങനെയാണ് ഞാനിവിടെ അമേരിക്കയിൽ. ഇപ്പം എനിക്ക് കെ കരുണാകരനെ മറക്കാൻ പറ്റുകയില്ല. എനിക്ക് ജോലി, എൻ്റെ ലഞ്ച് കഴിച്ചില്ലായിരുന്നു, ടീച്ചർ നാട്ടിൽ തന്നെ നിന്നായിരുന്നു. എൻ്റെ ഫാമിലി എല്ലാവരെയും കൊണ്ടുവരാൻ ഇവിടെ പറ്റി. പിന്നെ അത് തന്നെ ആരൊക്കെയുണ്ട്? എനിക്ക് 6 സിബ്ലിങ്സ് ഉണ്ട്, 3 ബ്രദേഴ്സും 3 അനിയത്തിമാരും. ന്യൂയോർക്കിൽ തന്നെയാണോ? അതെ, എല്ലാവരും ന്യൂയോർക്കിലാണ്. ശരി. അവരെല്ലാം ഏത് ലെവലിലൊക്കെ എത്തി? എല്ലാവരും അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം. ടീച്ചർ അമേരിക്കയിൽ ആ ജോലി ഇഷ്ടപ്പെട്ടിരുന്നോ? പിന്നെ കുഴപ്പമില്ല, ജോലി ഞാൻ ടെസ്റ്റ് എടുത്ത് കിട്ടി. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് എൻ്റെ വെഡ്ഡിങ് കാർഡ്, കല്യാണത്തിൻ്റെ വെഡ്ഡിങ് കാർഡ് എൻ്റെ ഫാദർ ഇന്ദിരാഗാന്ധിക്ക് അയച്ചു. ഇന്ദിരാഗാന്ധിയുടെ കയ്യൊപ്പുള്ള എഴുത്തുണ്ട്, അതിൽ നിന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 46 വർഷം
ഇനി അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്ന് അയച്ചു തരണേ. അയച്ചു തരാം. കോപ്പി ഇപ്പോഴും ഉണ്ട്. Yeah. 46 വർഷമായി ആ ലെറ്റർ വളരെ ഇതായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു. മാരായിട്ട് ആരായിരുന്നു മരേട്ട് ഹസ്ബൻഡ്? അമേരിക്കയിൽ എന്തായിരുന്നു? അമേരിക്കയിൽ പുള്ളി കെമിക്കൽ എഞ്ചിനീയർ ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇവിടുത്തെ ജോലി അറിയാം. അതെ അതെ അതെ. പുള്ളിയുടെ പേരൻസ് വന്നായിരുന്നു. അങ്ങനെ പുള്ളി ഇവിടെ കൊച്ചിലെ 17 വയസ്സിൽ വന്നു. ഓ ശരി. അപ്പം അങ്ങനെ അമേരിക്കയിലൊക്കെ ഏത് ലെവലിലായി? മക്കൾ മോള് അനസ്തീഷ്യോളജിസ്റ്റും മോനൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ്. അവരെല്ലാം നല്ല നല്ല കഴിയുന്നു. ഗ്രാൻഡ് കിഡ്സ് ഉണ്ട്. അവരെയൊക്കെ എൻജോയ് ചെയ്യുന്നു ഞാൻ. ഗ്രാൻഡ് കിഡ്സ് അല്ലേ നമുക്കിപ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന അവരുടെ കളികളും ചിരികളും ഒക്കെ. അതെ അതെ. അങ്ങനെ ടീച്ചർ അമേരിക്ക വന്നില്ലായിരുന്നെങ്കിൽ ടീച്ചർ എന്തോ ആയി തീരുമാനം? ലെക്ചർ ജോലി തന്നെ? ആ ലെക്ചർ ജോലി തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. വേറൊരു ഓപ്ഷൻ ഇല്ലല്ലേ? വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ടീച്ചർ അമേരിക്ക വന്നിട്ട് പഠിക്കണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? വേറെ എന്തെങ്കിലും പഠിച്ചാൽ? ഞാൻ PhD എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കോളേജിലൊക്കെ പോയതാ. പിന്നെ നമ്മൾ ആ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് അങ്ങനെ കുട്ടികളെ വളർത്തുന്ന അതല്ലേ. ടീച്ചർ ഡ്രൈവിംഗ് ഒക്കെ തുടക്കത്തിൽ തന്നെ വന്നു കിട്ടി. പ്രയാസമില്ലായിരുന്നു. അപ്പം പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റിയില്ല. അതെ. ടീച്ചർ വല്ല ബുക്കുകൾ വല്ല എഴുതുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബുക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഹോബി ഗാർഡനിങ്, കുക്കിങ്. എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, ആൾക്കാരെ സൽക്കരിക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പിന്നെ ഗാർഡനിങ് അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ പൊതുപ്രവർത്തനമാണ് എൻ്റെ ഹോബി. ഇപ്പം ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 9 വർഷമായി പൊതുപ്രവർത്തനം. ടീച്ചർ ഇന്ന് തന്നെ പോവുമോ തിരിച്ച്? ഇന്ന് തന്നെ പോവും. ഞാനിപ്പോൾ പോവും, എന്നെ വെയിറ്റ് ചെയ്യുന്നവർ. ഓക്കെ. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ. താങ്ക് യു.